ഇപ്പോൾ പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച മാത്രമാണ് ലീവ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഓർത്തു അമ്പലത്തിൽ പോയിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരുടെ കോഴഞ്ചേരി കയറി തിരുവല്ലയ്ക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ അവളുമാരെല്ലാവരും തിരുവല്ലയ്ക്ക് വരുമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോകുന്ന ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ പറഞ്ഞത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഓർക്കും ഇത്ര അടുത്തായിട്ട് നിനക്ക് എന്തുകൊണ്ട് വന്നോളൂ. ഒന്നോർത്താൽ ശരിയാണ്, പക്ഷേ ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി പോയി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ട് ഇവിടെ പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ തട്ടപ്പുറ വെയിലത്ത് തൊഴുത് ഇറങ്ങി നല്ല ക്ഷീണമായിരുന്നു. അപ്പം തൊട്ടടുത്തുള്ള ഈ അങ്കിളിൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ 3 പേരും മോരുവെള്ളം വാങ്ങിച്ചു കുടിച്ച് അപ്പം തന്നെ ഒരു സമാധാനമായി. പിന്നെ ഒരാൾ നാരങ്ങാവെള്ളമാണ് കുടിച്ചത്. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിച്ചതിൻ്റെ ആ ഒരു പവറിലാണ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാണ്, ചക്രത്തുകാവിലേക്ക്. പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ KSRTC വന്നു. അപ്പോൾ ഇവൾക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മനസ്സിലായി അതിനാണ് അവൾ ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. പിന്നെ ഞങ്ങൾ വന്ന സമയം ഒരു 11-11:30 ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവർക്കെല്ലാം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്ര സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിനടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു മീൽസാണ് വാങ്ങിച്ചത്. അവർ ബിരിയാണി. അപ്പോൾ നിങ്ങൾ നോക്കണം, മീൽസ് വാങ്ങിച്ച ആളുടെ ഇലയിലുള്ള സാധനങ്ങളാണ്. ബിരിയാണിയിലെ ചിക്കൻ, ബിരിയാണിയിലെ മുട്ട, ഇതൊക്കെ സാധിക്കത്തുള്ളൂ ആ ചിരി കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദഹിക്കാനായിട്ട് നാരങ്ങാവെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് ഇവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് കോഴഞ്ചേരിയിലേക്ക് വന്നു. അപ്പോഴത്തേക്കും നല്ല ഉറക്കമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ കാണാം.